ഇത്തരം മറ്റ് പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാഗേന്ദ്രൻ, ജലജയുടെ ഭർത്താവ് നാഗേന്ദ്രന് മകൾ അവന്തികയും കൂടെ ഹോട്ടൽ മുറിയിലേക്ക് വന്ന് ഡേവിഡുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡേവിഡിൻ്റെ അടുത്ത് പറയാണ്, എല്ലാവരും താനാണ് ഇപ്പോഴും MD എന്ന് വിചാരിച്ചിരുന്നാൽ മതി, ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ആരും അറിയണ്ട എന്ന് നാഗേന്ദ്രൻ പറയാണ്. ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വരുമ്പോൾ ഇതുപോലെ ഹോട്ടലിൽ മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ച് ഡേവിഡ് അങ്ങ് പോവുകയാണ്. അപ്പോൾ മോൾ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നെ പോകുന്നുണ്ട്, എന്നാ ചെല്ലുമെന്ന് പറഞ്ഞ് എന്ന് നാഗേന്ദ്രൻ ചോദിക്കുകയാണ്. സമയമൊന്നും പറഞ്ഞിട്ടില്ല, ചെല്ലുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം പറയാണ്. മോൾക്കറിയാവോ എൻ്റെ അർത്ഥം എന്തെന്ന് ഇതുവരെ മോൾ ചോദിച്ചിട്ടില്ല. A for അബി ആൻഡ് അവന്തിക. എൻ നാഗേന്ദ്രൻ എന്ന് അവന്തിക പറയുകയാണ്. അല്ല, നാഗേന്ദ്രൻ എന്ന് മാത്രമല്ല നവ്യ എന്നും കൂടെ ഉണ്ട്. അതെന്തിനാ അത് അച്ഛൻ അങ്ങനെ ഇട്ടേക്കുന്നത്? അമ്മയ്ക്കും ചേട്ടനൊന്നും നവ്യ ഇഷ്ടമല്ലല്ലോ, എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കണമെന്ന് പറഞ്ഞിരിക്കല്ലേ? അതെനിക്കറിയാം, പക്ഷെ ഒരു കാലത്ത് അവൾ അറിയുമല്ലോ ഞാൻ ആരാണെന്ന്. അന്ന് അവളെ ഒതുക്കാൻ വേണ്ടിയാണ് നവ്യ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. അവൾ മുൻകൂട്ടി കണക്കൂട്ടണ്ടേ എന്ന് നാഗേന്ദ്രൻ പറയാണ്. അപ്പം ജലജയും അബികയ്ക്ക് വലിയ ഫ്രോഡാണ് നാഗേന്ദ്രൻ എന്ന് മനസ്സിലായി. കൂടെ അവന്തികയും ഉണ്ട്. അങ്ങനെ അനന്തമൂർത്തിയുടെ നാശം കാണാനും മൂർത്തി ജ്വല്ലറി തകർക്കാനുമാണ് അവന്തികയും നാഗേന്ദ്രനും കൂടെ എത്തിയിരിക്കുന്നത്. ഞാനൊക്കെ പറഞ്ഞതെല്ലാം മോക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടെ ചെന്ന് എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്ന് മോക്കടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എല്ലാവരോടും നല്ലോണം സ്നേഹത്തെ പെരുമാറണം, അവരുടെ ഇഷ്ടം സമ്പാദിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് പതുക്കെ അവരുടെ ചതിയിൽപ്പെടുത്താം എന്ന് നാഗേന്ദ്രൻ അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്തിക വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ നയന കാണുന്നുണ്ട്. നയനയാണെങ്കിൽ ഇത് അവന്തികയാണല്ലോ എന്നും പറഞ്ഞ് ഓടി വരികയാണ്. കൂടെ ദേവേനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവന്തികയാണെങ്കിൽ ദേവേനെ കെട്ടിപ്പിടിച്ച് അമ്മായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. നിനക്ക് വണ്ണവും നീളമൊക്കെ വെച്ചല്ലോ എന്ന് നയനയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഒന്നിനോട് ആർത്തിയില്ല അമ്മായി. എൻ്റെ ചേട്ടനെ പോലെ ആവണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. അപ്പോൾ ദേവേനി പറയണം, നിൻ്റെ ചേട്ടൻ്റെ കയ്യിരിപ്പ് കൊണ്ട് അവനെ ഇപ്പോൾ കമ്പനിയിൽ പോലും കയറ്റുന്നില്ല. അത് ഞാൻ അറിഞ്ഞ്. അതിനെന്താ, ചേട്ടൻ തെറ്റ് ചെയ്തിട്ടല്ലേ? ഞാൻ ആ പാത പിന്തുടരണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഞാൻ നയനേട്ടത്തിയെ പോലെ നബിനെ സ്നേഹിക്കണമെന്നാണ് എനിക്കാഗ്രഹം. പിന്നെ എൻ്റെ ആദർശേട്ടനല്ലേ ഇപ്പം കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് അവന്തികയാണെങ്കിൽ പറയാണ്. അവന്തികയുടെ സ്വരമൊക്കെ കേട്ട് നയനയും ദേവേനയും ഭയങ്കര സന്തോഷത്തിൽ. അവിയെപ്പോലല്ലോ അവന്തിക, പക്ഷേ അവന്തിക അതിനൊക്കെ വലിയ പ്രശ്നക്കാരിയാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. എല്ലാവരും ഒന്നും കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നയന പറയാണ്, നല്ല മാറ്റമുണ്ട്, പണ്ടത്തെ കൂട്ടല്ല, പുറത്ത് പോയി പഠിച്ചതിൻ്റെ നല്ല സ്വഭാവങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് നയനയാണെങ്കിൽ അവന്തികയെ പൊക്കി പറയുകയാണ്. പിന്നെ പണി കിട്ടുമ്പോഴേ നയന പഠിക്കത്തുള്ളൂ, അതെല്ലാവരുടെയും കാര്യത്തിൽ നയന എങ്ങനെയാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പം ജലജയാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. ജലജയെ കാണുമ്പം ഓടിപ്പോയി അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ജലജ പറയാണ്, നീ അങ്ങ് ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറയാണ്. പുറമേ മാത്രമല്ല മനസ്സ് മാറിയിട്ടുണ്ട്, ഇപ്പം എനിക്ക് ഒന്നിനോട് ആർത്തിയൊന്നുമില്ല, സ്വർണവും പണവും ഒന്നും വേണ്ട. അപ്പോൾ ജലജ പറയാണ്, നീ ഇങ്ങനൊന്നും പറയാതെ, ഇവിടെ ഉള്ളവർ കേട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. ഇവിടെ ഇതൊരു ആണുങ്ങളുടെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പെണ്ണായിട്ട് ആദ്യം നിൻ്റെ കല്യാണമായിരിക്കും. അപ്പം ഒരു 250 പവനും കാറും ഒക്കെ വാങ്ങിച്ചു വേണം പോവാൻ. ഇതൊക്കെ കേട്ടാലേ അവരൊന്നും തരത്തില്ല എന്ന് പറയാണ്. അപ്പം അവന്തിക പറയാണ്, എനിക്കൊന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ കെട്ടുന്ന ഒരാൾ എന്നെ കെട്ടിയാൽ മതി എന്ന് അവന്തിക പറയാണ്. അമ്മ പണ്ട് കണ്ട അവന്തികയല്ല ഇപ്പം, എനിക്കൊന്നിനോട് ആർത്തിയും ആവേശവും ഒന്നുമില്ല എന്ന് അവന്തിക തട്ടിപിടിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ജലജ ഇങ്ങനെ കിളി പോയ പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കിനി ആരുടെയും കുറ്റവും കുറവൊന്നും കേൾക്കണ്ട. ഞാൻ മൂർത്തി ജ്വല്ലറിയിലെ മുത്തശ്ശനെ നല്ലൊരു കൊച്ചുമോളായിട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജലജയ്ക്ക് അന്തം വിട്ടിരിക്കുകയാണ്. ഞാൻ മുത്തശ്ശനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവന്തിക അങ്ങ് പോവുകയാണ്. അപ്പം ജലജ പറയാണ്, എന്തായാലും ഇത് വലിയ മാറ്റമായി പോയല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ അവന്തിക പോകുന്നത് അനന്തമൂർത്തിയെ കാണാനാണ്. അനന്തമൂർത്തിയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മൂർത്തി ജ്വല്ലറി താഴോട്ട് പോകണമെന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക വരുന്നത്. അവന്തിക ഓടി വന്ന് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അവിടെ നിന്ന് മുത്തശ്ശൻ്റെ അടുത്തും കുറേ കള്ളത്തരമൊക്കെ അവന്തിക അടിച്ചിടുന്നുണ്ട്. ഏട്ടനെ പോലല്ല ഞാൻ, കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. മുത്തശ്ശൻ പറയാണ്, എൻ്റെ കൊച്ചുമക്കൾ അബി ഒഴിച്ച് ബാക്കി എല്ലാവരും MB എടുത്തിട്ടുണ്ട്, അവരെല്ലാം കമ്പനിക്ക് വേണ്ടി നല്ലോണം തന്നെ പ്രവർത്തിക്കുന്നത്. മോളും അബിയെ പോലല്ലെങ്കിൽ ആ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് ഇരിക്കണം എന്ന് പറയാണ്. അപ്പം അവന്തിക പറയാണ്, ഇപ്പോൾ എനിക്കതിന് ഏറ്റെടുക്കുന്നില്ല മുത്തശ്ശ, കുറച്ച് ദിവസം ഞാൻ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്നൊക്കെ പറയാണ്. പിന്നെ ഒരിക്കലും അബി ചേട്ടൻ്റെ കൂട്ട ഒരിക്കലും ആവത്തില്ല, എനിക്ക് ആദർശേട്ടൻ്റെ പാദം പിന്തുടരാൻ ആഗ്രഹം എന്നൊക്കെ പറയാണ്. അപ്പം മൂർത്തി പറയാണ്, നമുക്കിപ്പോൾ നല്ലൊരു എതിരാളിയുണ്ട്, AN ജ്വല്ലറി. എൻ്റെ ചെറിയ തകർച്ചയും നമ്മൾ ദുബൈയിലൊക്കെ നേരിടുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ കയറി വരണം. ആദർശിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് മൂർത്തി പറയാണ്.
അപ്പം അവന്തിക പറയാണ് എനിക്ക് ആദർശേട്ടൻ നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് മുത്തശ്ശൻ പേടിക്കണ്ട, മുത്തശ്ശനെ പോലെ തന്നെ ആദർശേട്ടനും നല്ല മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് അവന്തിക പറയുകയാണ്. ഒന്നും വലിയ പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അവന്തികയാണെങ്കിൽ മുത്തശ്ശനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നെങ്കിൽ ഞാൻ പിന്നെ വരാം മുത്തശ്ശാന്നും പറഞ്ഞ് പോവുകയാണ്. പോകുമ്പോഴും അവന്തികയുടെ മനസ്സിൽ എങ്ങനെ ഈ കുടുംബം നശിപ്പിക്കാം, മൂർത്തി ജ്വല്ലറി എങ്ങനെ തകർക്കാം, അനന്തമൂർത്തി എങ്ങനെ തകർക്കാം, ഇതൊക്കെയാണ് അവന്തികയുടെ മനസ്സിലെ ആലോചിച്ചുകൊണ്ടാണ് പോകുന്നത്. സമയത്ത് നവ്യ ഭയങ്കര മേക്കപ്പ് ഇട്ടൊക്കെ ഒരുങ്ങുകയാണ്. അപ്പം എന്നിട്ട് അബിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മേക്കപ്പ് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ നന്നായിട്ട് ഒരുങ്ങി നടക്ക്, നീ ഒരു മോഡലാകുമ്പം അതിൻ്റേതായ രീതിയിൽ ഒരുങ്ങി നടക്കണം. പിന്നെ ജ്വല്ലറി നിനക്ക് ഈ അവസരങ്ങളൊക്കെ തരുമ്പോൾ നീ അത് പ്രയോജനപ്പെടുത്തണം. ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയപ്പോൾ എല്ലാവരും നിന്നെ തിരിച്ചറിഞ്ഞില്ലേ, മോഡലാകുമ്പം എല്ലാവരും തിരിച്ചറിയും, അപ്പം അതിനനുസരിച്ച് നീ നടക്കണം, നിനക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ് എന്ന് അബിയ ഓരോന്ന് പറഞ്ഞ് നവ്യയെ പറഞ്ഞു കൊടുക്കുവാണ്. നവ്യാണ് എനിക്ക് പണ്ട് ഇങ്ങനെ 4 ആൾ അറിയുന്ന ഒരാളാവണമെന്ന് വലിയ ആഗ്രഹമാണ്, അതിപ്പോൾ നടന്ന് എന്ന് നവ്യയും പറഞ്ഞിട്ടുണ്ട്. ഈ താഴോട്ട് വാ എന്ന് വിളിക്കുമ്പം അബി പറയണം, ഞാൻ വരുന്നില്ല, നീ പോയിട്ട്, നീ എന്തിനാ ഇങ്ങനെ എല്ലാവരും പേടിക്കുന്നത്, വാളാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ മൂർത്തി ജ്വല്ലറിയിൽ ആദർശ് ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയൻ അങ്ങോട്ട് വരികയാണ്. നീ എന്താ വലിയ ആലോചനയിലാണല്ലോ, അല്ല ജ്വല്ലറിയിലെ MD ഒരു ഡേവിഡാണ്, അയാളും നമ്മളും തമ്മിൽ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല, പിന്നെ അയാൾ എന്തിനാച്ചാ നമ്മളോട് ഇത്രയും വൈരാഗ്യം എന്ന് ആദർശ് ചോദിക്കുകയാണ്. ഞാനും അന്വേഷിച്ചപ്പം അയാളും നമ്മളും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉള്ള ആളല്ല, മുൻ വൈരാഗ്യമൊന്നുമില്ല. എന്തായാലും ഡേവിഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാനും അജയനും തീരുമാനിച്ചു എന്ന് ജയൻ പറയുകയാണ്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം, അച്ഛന് നിനക്ക് ചെറിയൊരു വിശ്വാസം നഷ്ടപ്പെട്ടതുപോലുണ്ട്, നീ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ. എൻ്റെ കയ്യിൽ നിന്നും അജയൻ്റെ കയ്യിൽ നിന്നും പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അച്ഛൻ അത് പൊറുത്തിട്ടില്ല. അതുപോലെ തന്നെ നിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അച്ഛൻ പൊറുക്കത്തില്ല, കൊച്ചുമോനാണെന്നൊന്നും നോക്കത്തില്ല, അപ്പോഴേ നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കും. അത് കുടുംബത്തിലും അതുപോലെ ഞങ്ങളിലും ഭയങ്കര വിഷമങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ കഴിവ് പരമാവധി എടുത്ത് തിരിച്ചു കൊണ്ടുവരിക. ആദർശ് പറയാണ്, അച്ഛാ ഇത് മാത്രമല്ല പ്രശ്നം, സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം ജ്വല്ലറിയിലെ മോഡൽ അനന്തമൂർത്തിയുടെ കൊച്ചുമോളാണെന്നും പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ട്, അത് നമ്മളെ വല്ലാതെ ഒന്നുമല്ല, ചെറിയ രീതിയിലൊന്നും അല്ല തളർത്തുന്നത് എന്ന് പറയാണ്. അപ്പം പറയാണ് അതിൻ്റെ പേരും പറഞ്ഞ് നവ്യയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അബിയെ കൊന്നിട്ട് അവൾ ചിലപ്പം ആത്മഹത്യ ചെയ്യും, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെ കുരുതി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നീ നന്നായിട്ട് ശ്രമിക്കുക, ഇതിൽ നിന്ന് കരകയറിയേ പറ്റൂ, അതിനൊരു മാറ്റവും ഇല്ലെന്ന് ജയൻ താക്കീത് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ആദർശ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവന്തികയും അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രനും കൂടെ ചേർന്ന് മൂർത്തി ജ്വല്ലറി നശിപ്പിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. നാഗേന്ദ്രൻ്റെ പഴയ പക തീർക്കാനാണ് നാഗേന്ദ്രൻ തിരിച്ചു വന്നിരിക്കുന്നത്. അവന്തിക ആ വീട്ടിലേക്ക് തിരിച്ചു വന്നതോടെ മൂർത്തി ജ്വല്ലറിയുടെ നാശം തുടങ്ങിയിട്ടുണ്ട്. ഇനി കമ്പനിയിലും കൂടെ അവന്തിക കയറി കഴിഞ്ഞാൽ അവന്തികയുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കും. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.